റെഡി ഇങ്ങോട്ട് വേണ്ട ഇത് നോക്കി പിടിച്ചാട്ടോ ഇത് പിടിച്ചോ ഇത് മേലെ പിടിക്ക് ആ അമ്മായിയെ ഞാൻ പോട്ടെ മോനെ. എന്താ അമ്മായി ഇപ്പൊ തന്നെ പോണിരിക്കങ്ങളെ തിരക്കുണ്ട് കുറച്ച്. എന്ത് ഇരുന്നാണ് നീ ചോറൊക്കെ തിന്നിട്ട് സാവധാനം പോവാ, വൈകുന്നേരം പോവാ. കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിൽ പോയിട്ട്, അതുകൊണ്ടാ. അവിടെ കുറച്ച് തിരക്കുള്ള പണിയൊക്കെ കുറച്ചുണ്ട്. എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അത് ചെറിയ മോൾക്ക് ഫീസ് കെട്ടണം. അപ്പോൾ ഒരു 25,000 രൂപ വേണം. ഗഡുവുകളായിട്ടാണ് കെട്ടുന്നത്. 6-ാം തീയതി കെട്ടണം. ഇപ്പൊ ഇന്ന് 3 അപ്പം ഞാൻ പിന്നെ മോനെ ഒന്ന് കാണാം വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈസ നിങ്ങളെ അക്കൗണ്ട് കിട്ടാ പോരെ അല്ലേ? ആയിക്കോട്ടെ. ഞാൻ പിന്നെ ഫീസിൻ്റെത് എന്നല്ല, എന്ത് പിന്നെ പൈസൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചോളണ്ടേ കേട്ടോ. കാര്യങ്ങളൊക്കെ നടക്കണല്ലോ. അപ്പോൾ എന്നിട്ട് വേറെന്താ, സലീനയും ഇവരൊക്കെ വരലുണ്ടോ? സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാവർക്കും സുഖം. ശരി. വലൈക്കും അസ്സലാം. അല്ലാ. അപ്പോൾ നിങ്ങളൊന്നാടെ നിന്നാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് ഈ അമ്മായിക്ക് ഇങ്ങനെ വരുമ്പോ പൈസ എടുത്ത് കൊടുക്കണേ? ഇതിന് മാത്രം നിങ്ങൾക്ക് എവിടുന്ന പൈസ? അമ്മായി ഇപ്പൊ കൊറേ കാലമായാലും ആവശ്യങ്ങൾ പറഞ്ഞു വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കണേ. എനിക്കും നിങ്ങളെ മക്കൾക്കും തിന്നാനുള്ള പൈസയാണ് നിങ്ങൾ നയിക്കണേ, അല്ലാതെ നിങ്ങളെ അമ്മായിക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളതല്ല. ഇവിടെ തിന്നാൻ മാത്രം മതിയോ? മക്കള് വലുതായി വരികയാണ്. ഈ അമ്മായി എന്റെ അമ്മോന്റെ ഭാര്യയാണ്. എനിക്കറിയാം. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പ മരിച്ചാണ്. എന്റെ ഉപ്പ മരിച്ചിട്ട് എന്നെ പഠിപ്പിച്ച് പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എന്റെ അമ്മാവനാ. ആ അമ്മാവന്റെ ഭാര്യയാണ് ഈ അമ്മായി. അപ്പൊ അമ്മാവന്റെ മോൾക്ക് പഠനത്തിനൊരു ആവശ്യത്തിന് ഒരു പൈസന്റെ ആവശ്യം വന്നതിന് ഞാൻ കൊടുക്കുന്നതിന് എന്താ തെറ്റ്? തെറ്റല്ല എന്ന് മാത്രമല്ല, അതിന്റെ ബാധ്യതയും കൂടിയാണ്. എന്ത് ബാധ്യത? നിങ്ങൾ കുറെ കാലമായല്ലോ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട്. ഇനി നിങ്ങളെ ബാധ്യത തീർന്നിട്ടില്ലേ? എന്താണ് ഒരാൾക്ക് സഹായം ചെയ്യണേ ഇങ്ങനെ എരപ്പത്തരം പറയല്ലേ? നമ്മളെ വീട്ടിൽ എന്തൊക്കെ ആവശ്യം മോനെ, അവളും പറയണത് കാര്യല്ലേ? അതിനെന്താ അപ്പൊ ഇതിന്റെ ഭാര്യക്കും കുട്ടിക്കും കൊടുക്കാതെ എന്താ ഞാൻ പുറത്തു കൊടുക്കണേ? ആര് വന്നാലും നീ പൈസ എടുത്ത് കൊടുക്കും. ഇവളുടെ ചില കാര്യങ്ങളൊന്നും എന്നോട് പറയാഞ്ഞിട്ടാ. എന്ത് കാര്യം ഇവിടെ നടക്കാത്ത? അവിടെ നീ ഒരിടത്ത് കൊണ്ടുപോകുന്നില്ല, ഒരു കാറ് മേടിച്ച് മുറ്റത്തിടുന്നില്ല. ഇതൊക്കെ കിട്ടണ കാശ് എല്ലാവരും കൊടുത്തോണ്ട് ഈ കാറ് മേടിച്ച് മുറ്റത്തിട്ടതുകൊണ്ട് എന്താ ഉള്ളത്? അതാണോ പിന്നെ ജീവിതത്തിൽ വലിയ കാര്യം? ആഗ്രഹങ്ങൾ, കാറിൽ ഭർത്താവുമായിട്ടൊക്കെ പോകാനായിട്ട് അവർക്ക് ആഗ്രഹങ്ങളില്ലേ? അല്ല, ഓൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എവിടുക്ക പോകാത്തത്? പിന്നെ കാറ് മേടിച്ച് ഇവിടെ മുറ്റത്തിട്ടോണ്ട് കാര്യം കുറെ സഹിച്ചാ ഇവിടെ ജീവിക്കുന്നത് നിന്റെ കുട്ടിക്ക് വേണ്ടിട്ട്. അവൾ ഇങ്ങനെ സഹിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ടങ്ങാട്ട് ഇങ്ങനെ പീഡിപ്പിക്കല്ലേ ഇങ്ങനെ സഹിക്കാന്? അതൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ പോട്ടെ. പിന്നെ എന്താണ് വലുതായി വരിക, അവർക്ക് എന്തെങ്കിലും ബാങ്കിൽ എന്തെങ്കിലും പൈസ ഇട്ട് വെക്കണ്ടേ? മക്കള് വലുതായി വരട്ടെ. ഈ മൂത്ത മോള് 6-ാം ക്ലാസ്സിലല്ലേ? അതിനിപ്പൊ തന്നെ ബാഗിൽ ഇട്ടുങ്ങാണ്ട് കല്യാണം ആലോചിക്കേണ്ട കാര്യമായിട്ടില്ലല്ലോ. അപ്പത്തേക്ക് ആവൂല. അല്ല, നിങ്ങൾ അമ്മായിക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും മക്കൾക്കൊന്നും ആവൊന്നുമില്ല. അമ്മായിക്കും എളാപ്പാർക്കും ഒക്കെ കൊടുക്കേണ്ടത് കൊടുക്കണം. അവനാന്റെ അടുത്ത് പൈസ ഉണ്ട്. ഇത് കടം വാങ്ങിയിട്ടല്ലോ, ലോൺ എടുത്തിട്ടല്ലേ ഞാൻ കൊടുക്കണത്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്നോണ്ടാ വീണ്ടും കിട്ടുന്നത്. ഒത്തിരി വിഷമമുണ്ട്, ഞാൻ അത് അനുഭവിക്കുകയാണ്. എന്റെ മോടെ സങ്കടം. നിങ്ങൾ എന്ത് വിഷമം അനുഭവിക്കണേ? വെറുതെ ഉമ്മാനോട് ചൂടാവൊന്നും വേണ്ട. നിങ്ങൾ ഉണ്ടായിരുന്നോളിമ്മ. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി. വല്യമ്മക്ക് ആർക്കാച്ച പൈസ എടുത്ത് കൊടുക്ക്. പൈസ ആവശ്യമുള്ളവർക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അപ്പൊ അതൊന്നും മറക്കാൻ പറ്റൂല. ഒരു മനുഷ്യന് എന്തെങ്കിലും സഹായം ചെയ്യാനാണ് അത് പിന്നെ പരലോകത്തും കൂടി ഉള്ളതാ. അല്ലാതെ ഇവിടുന്ന് ഒരു 10 റുപ്യ കൊടുത്താൽ അത് പോകുമല്ലോ നല്ല കരുതണ്ടേ? ഒരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോഴേ അത് നമുക്ക് കിട്ടുന്ന പൈസയിൽ ഒരു വർക്കത്ത് ഉണ്ടാവുള്ളൂ. പൊന്നു മോനെ, എന്താന്ന് വെച്ചാൽ കൊടുക്കും. ഉമ്മാക്കൊന്നും തരണ്ട. ഉമ്മാക്ക് ഒരു ഗുളിക മേടിക്കാൻ പോലും എന്റെ മോള് പൈസ തരാറില്ല. നിങ്ങൾ എന്താന്നൊരു കാര്യം പറയാം. എന്താണ് കാര്യം പറയേ? പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിന്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്കൊക്കെ എന്നെ കൊണ്ട് കഴിയുമ്പോട്ടിൽ ഞാൻ സഹായിക്കും. അത് ഞാൻ അറിയുന്നവർക്ക് അറിയാം. സഹായം ആവശ്യമുള്ളവർക്ക് എന്നെ കൊണ്ട് കഴിയുമ്പോട്ടിൽ ഞാൻ സഹായിക്കും. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതൊരു ശരിയെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ കുടുംബത്തിന് സഹായിക്കണ്ട, മറ്റുള്ളവരെ സഹായിക്കണ്ട എന്നുള്ള വർത്താനം ഈ പറയണ്ട. അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയാം. നമ്മളെ വീട്ടിക്ക്, മക്കൾക്ക് നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയാം.
അല്ലാതെ ഇന്ന ആൾക്ക് സഹായം കൊടുക്കണ്ട, അവരായിട്ട് ബന്ധപ്പെടണ്ട, അവരായിട്ട് മുണ്ടണ്ട, അവർക്കൊന്നും കൊടുക്കണ്ട, ആ ഇത് പറയണ്ട. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഉമ്മ ഇവിടെ 4 ദിവസം നിൽക്കാൻ വന്നതാണ്. അത് നിന്ന് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ പെരുമാറിയിട്ട് പോവുകയാണെങ്കിൽ പിന്നെയും കാണുമ്പോൾ മുണ്ടാനും വർത്താനം പറയാനൊരു താല്പര്യം ഉണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉമ്മാനോട് ഇടപെടണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെന്ന് എൻ്റെ അമ്മക്ക് പറ്റണില്ലെങ്കിൽ ഉമ്മാനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. അത് ഞാനായിട്ട് പറയാനുള്ള ഇടവരുത്തണ്ട കേട്ടോ. നിങ്ങൾ എന്താ ചെയ്തോളി, ഞാൻ എൻ്റെ ഉമ്മാനോട് കാര്യം പറഞ്ഞോളാം. ഉമ്മാനോട് പറയും. നിങ്ങൾ ഉമ്മയും മോളും കൂടി ഇന്നെ അടക്കി ഭരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരിപാടിയല്ലേ. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാൻ സലീന, ഇത്തരം കാര്യങ്ങൾ ഇടപെടണ്ട. നമ്മളെ കുടുംബ കാര്യങ്ങൾ എനിക്ക് ഇടപെടാം, അല്ല ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ വേണ്ടെന്ന് പറയണ്ട കേട്ടോ. ആയിക്കോട്ടെ, എന്താ ചെയ്തോ, അനുഭവിക്കും മനസ്സിലായിക്കോളും. അനുഭവിച്ചോളാം, ഞാൻ അനുഭവിച്ചോളാം.